കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ രാവിലെ പ്രമുഖ വിശേഷം ഉൾപ്പെടുത്തി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുൾ വിശേഷം വരുമ്പോ അത് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാന്ന് കേട്ടോ. അപ്പൊ താമസിച്ചാ വരുന്നത്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ട് ഇടുന്നത്. അപ്പൊ എല്ലാരും മറക്കാതെ കയറി കാണണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നത് ഗൗതം നന്ദയുടെ അരിയിൽ ഇരിക്കുവാണ്. നന്ദയുടെ കണ്ണ് രണ്ടും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക. നന്ദ പറഞ്ഞു, അതെ ഗൗതം സാർ പൊക്കോ, ഇനി എൻ്റെ അടുത്ത് ഇരിക്കണ്ട, നമ്മൾ പിരിയാനുള്ളവരല്ലേന്ന് ചോദിക്കുക. ഗൗതം പറഞ്ഞു, നന്ദ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വേണ്ട, എനിക്ക് വേണ്ടി ഇനി ഗൗതം സാർ ബുദ്ധിമുട്ടുണ്ട. കോളേജിൽ പോയിട്ട് ആ ടി സിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. പിന്നെ സാറിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി, ഞാൻ എങ്ങോട്ട് വെള്ളം പൊക്കോളാന്ന് പറയാ. ഇത് കേട്ട ഗൗതം പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, എന്നോട് നമ്പ്യാർ സാറ് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ സെമിനാറിന്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായത്. തനിക്ക് ഈ അപകടം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം വേദനിച്ചെന്നറിയോ? നമ്പ്യാർ സാർ പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാൻ സർവ്വ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഈശ്വരന്മാരോട് ഒരേ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് എൻ്റെ നന്ദേനെ ഒരു പോറലും കൂടാതെ എനിക്ക് തിരിച്ചു തരണമെന്ന്. അങ്ങനെ ഈശ്വരന്മാരെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ പോറൽ പോലും പറ്റാതെ തിരിച്ചു തരുവാണെങ്കിൽ തന്നെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാന്ന് ഞാൻ വാക്ക് കൊടുത്തിരിക്കുന്ന എന്ന് പറയാം. ഇത് കേട്ട നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ചുറ്റും ഇങ്ങനെ ആൾക്കാരിങ്ങനെ കൂടെ നിൽക്കുന്നുണ്ട്, ഇവരെ നോക്കിക്കൊണ്ട് ഇവരുടെ സംസാരമൊക്കെ കേട്ടോണ്ട് അവരൊക്കെ തന്നെ നിൽക്കുന്നുണ്ട് അടുത്ത്. ഈ സമയത്ത് നന്ദ പറഞ്ഞു, വേണ്ട സാർ, ഇനി നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചിട്ടുണ്ട് ശരിയാകത്തില്ല, വീണ്ടും അടിയും വഴക്കുമായിരിക്കും. അങ്ങനെയൊന്നും ഇല്ല, തന്നെ ഞാൻ പൊന്നു പോലെ നോക്കും, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. ഈ ഗൗതമല്ലേ വാക്ക് തരുന്നേ, ഉറപ്പായിട്ടുള്ള കാര്യം, ഉറപ്പാണോ എന്ന് ചോദിക്കും. ഇനി എന്താ ചെയ്യണ്ടേ? എന്റെ ചങ്ക് പറിച്ച് കാണിക്കണോ, എങ്കിലാണോ എന്നെ വിശ്വസിക്കോളോ എന്ന് ചോദിക്കാം. അതൊന്നും വേണ്ട. പിന്നെയോ, നന്ദയുടെ മുഖത്തൊരു ചെറിയ പുഞ്ചിരിയൊക്കെ ഒന്നു, ഞാൻ പറയുന്ന ഇപ്പൊ അനുസരിക്കുമോ എന്ന് ചോദിക്കാം. അനുസരിക്കാം, എന്ത് വേണം പറഞ്ഞു, എന്താണല്ലോ ഞാൻ അനുസരിക്കാന്ന് പറയാം. അതെ, ഈ കൈ എടുത്ത് പിടിച്ചിട്ട് ഇനി ഇത് ആവർത്തിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മ തന്നാ മതി എന്ന് പറയാം. ഗൗതം പെട്ടെന്ന് ഒന്ന് അന്താളിച്ച് കാണും, ചുറ്റും എല്ലാവരും നിൽക്കുവാണ്. ഈ സമയത്ത് എല്ലാവരുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അപ്പം ആ രക്ഷിച്ച സ്ത്രീ നന്ദ രക്ഷിച്ച അവര് പറഞ്ഞു, അതെ കൊടുക്ക് സാറേ, ഒരാഗ്രഹം പറഞ്ഞല്ലേ ആ കുട്ടീന്ന് പറയാണ്. പിന്നെ ഗൗതം ഒന്നും നോക്കിയില്ല, നന്ദയുടെ കൈയെടുത്ത് പിടിച്ചിട്ട് ആ കയ്യിൽ ഉമ്മ കൊടുക്കണം. നന്ദയ്ക്ക് അത് മാത്രം മതിയായിരുന്നു. ഈ സമയത്ത് ഇന്ത്യവരത്തിലാണെങ്കിൽ പൊടി പൂരമാണ്. അരുന്ധതി പറഞ്ഞു, അവള് തന്നിഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതുകൊണ്ടല്ലേ, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവൾ എങ്ങോട്ടാ ഏത് വഴിയെ പോയെന്ന് പോലും അറിയത്തില്ല, ഓരോന്നും അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നോളും. ഈ സമയത്ത് മോഹിനി പറഞ്ഞു, അല്ലെങ്കിലും അതെ, വന്ന് കേറിയപ്പം വല്ല നന്ദയ്ക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ട് എന്ന് പറയുവാണ്. ഈ സമയത്ത് പവിത്ര അങ്ങോട്ട് ഓടി വരുന്നേ, അതെ നന്ദേച്ചിയുടെ ഒരു വീഡിയോ ഫോണിനകത്ത് വന്നിട്ടുണ്ടെന്ന് പറയാ. വീഡിയോയോ? എന്ത് വീഡിയോ? എല്ലാവരും ഭയങ്കര ആകാംക്ഷയായി. ഈ സമയം ലക്ഷ്മിയമ്മേനെ ആ വീഡിയോ കാണിക്കുവാണ്. അത് കണ്ടോ ലക്ഷ്മിയമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. എന്താ ലക്ഷ്മി, എന്താ പറ്റിയെന്ന് അരുന്ധതി ചോദിക്കുവാണ്. നന്ദമ്മക്ക് ആക്സിഡന്റ് ആയെന്ന് പറയാണ്. പിന്നീട് ഓരോരുത്തരും മാറി മാറി ആ ഫോൺ മേടിച്ച് നോക്കുക. ഇത് അർജുനും കണ്ടു. അർജുന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ലത്. പിന്നീട് എല്ലാവർക്കും വല്ലാത്ത ടെൻഷൻ, എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ലക്ഷ്മിയമ്മ നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പാവ എന്റെ നന്ദമ്മോള്, എന്താ പറ്റിയെന്ന് അറിയത്തില്ല, ആകെപ്പാടെ എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയാ. ഈ സമയത്ത് പവിത്രയുടെ ഫോൺ ബെല്ലടിച്ചു. പവിത്ര നോക്കിയപ്പോ അരുണാ വിളിച്ചേ. അരുൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞത്, ഇത്ര സമയം ഫോൺ എടുക്കാതിരുന്ന അവിടെ ആൾക്കാരും തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാ അവിടെ ചുറ്റിനും ക്യാമറമാരും അതോടൊപ്പം മീഡിയാസും ഒക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേ. ഇപ്പം നന്ദ ഭയങ്കര സ്റ്റാറായിട്ട് മാറിയേക്കുമെന്ന് പറയണം. ആഹാ, ഒരു കുഴപ്പമൊന്നുമില്ല അല്ലെന്ന് ചോദിക്കണം. പവിത്ര വെച്ച്, ഒരു കുഴപ്പമില്ല, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാണ്. പിന്നീട് ഈ കാര്യം വന്ന് പവിത്ര എല്ലാവരും പറയണേ, അതെ നന്ദേച്ചിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലെന്നാ അരുണേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞേ. പ്രശ്നമൊന്നുമില്ല, ആക്സിഡന്റ് കുഴപ്പമൊന്നുമില്ല, അത്ര പേടിക്കാനൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ലക്ഷ്മിയാമ്മ പറഞ്ഞു, എന്നാലും എനിക്കൊരു പേടി, ഇത്ര വലിയ ആക്സിഡന്റ് ഒക്കെ നടന്നിട്ട് ഒന്നും പറ്റാതിരിക്കോ? ഒരു പക്ഷേ ഇനി അവള് ഹോസ്പിറ്റലായിരിക്കോ? നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണോ? ആകെ ഒരു ടെൻഷനായി. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ലേലും ഇവൾക്ക് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? അതുകൊണ്ടല്ലേ സംഭവിച്ചെന്ന് ചോദിക്കുക. മോഹിനി പറഞ്ഞ, അതല്ലേലും അങ്ങനെയാ, വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് തന്നെ മരണം. നന്ദയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാന്നാ തോന്നേ. മോഹിനിക്ക് ഈ സംസാരം കേട്ടപ്പോ ലക്ഷ്മിയമ്മയ്ക്ക് ദേഷ്യം വന്നു. ലക്ഷ്മി പെട്ടെന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. അതെ, ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്തല്ല ഇങ്ങനെയൊന്നും പറയണ്ടേ. പവിത്രയ്ക്കാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നെങ്കിൽ മോഹിനി ഇത് പറയുവോ? നന്ദയ്ക്കായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞേന്ന് ചോദിക്കുക. ഈ സമയത്ത് പിങ്കി പറഞ്ഞു, അല്ല മോഹിനി ചെറിയ പറയുന്ന കാര്യത്തിൽ എന്താ തെറ്റിരിക്കുന്നേ? അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു വിട്ടണ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൾക്ക് ഈ വീട്ടിൽ മര്യാദയ്ക്ക് എന്നാ പറയായിരുന്നോ? അപ്പൊ അവൾ അഹങ്കാരം കാണിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, അതിന് തക്ക ശിക്ഷ തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്ന പറയണം. പറഞ്ഞു, ദേ പിങ്കി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ നാവടക്കി വെച്ചണം, ഒരക്ഷരം പോലും ഇനി മിണ്ടി പോയേക്കല്ലെന്ന് പറയാണ്. ഇത് കേട്ട് പിങ്കി പിന്നെ ഒന്നും മിണ്ടിയില്ല. ഈ സമയത്ത് അർജുൻ പറഞ്ഞു,
അല്ലെങ്കിൽ ഇവിടെ തെറ്റുകാരൻ ആരാന്നറിയോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതമേണ്ണ ചെറിയൊരു കാര്യം ഊതി വീർപ്പിച്ച് ഇത്രയും വലിയ കാര്യമാക്കിയിട്ട് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഗൗതമേണ്ണ അന്ന് നിസ്സാരമായിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രശ്നമായിരുന്നു. ഈ സമയം ലക്ഷ്മി അമ്മ ശരിയാ, ഭാര്യയും ഭർത്താവും അമ്മ പല പ്രശ്നങ്ങളും കാണും എന്നും പറഞ്ഞുകൊണ്ട് അത് കുടുംബത്തിൽ തീർക്കേണ്ട പ്രശ്നം കുടുംബത്തിൽ തന്നെ തീർക്കണം, അതിങ്ങനെ വലുതായിക്കൊണ്ട് വേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഈ സമയത്ത് ഗൗതം വന്നിട്ട് അതെ എനിക്ക് അങ്ങോട്ട് അകത്തേക്ക് കയറി വരാമെന്ന് ചോദിക്കുക. എല്ലാരും ഞെട്ടിത്തിരിച്ച് നോക്കുക. ഗൗതമിനെ കണ്ട ലക്ഷ്മി ഓടി അങ്ങ് ചെന്നു കെട്ടിപ്പിടിച്ചു. എടാ മോനെ, നന്ദയെക്കുറിച്ച് ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യമായിട്ടുള്ള കാര്യമാണോ? അതമ്മേ ശരിയാ. എന്നിട്ട് നീ എന്താ ഇങ്ങനെ നടക്കുന്നേ? നിനക്കൊരു സീരിയസ്നെസ്സും ഇല്ലല്ലോ. നീ എന്താ മോനെ, നീ നന്ദയുടെ അടുത്ത് പോയോ? നൂറ് ചോദ്യങ്ങളാ ലക്ഷ്മി ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കണേ. അമ്മ ഒന്ന് സമാധാനപ്പെട്. എടാ എങ്ങനെ സമാധാനപ്പെടുമെന്നോ പറയണേ. അവള് നന്ദയുടെ കാര്യത്തിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ഞാനും ഒരു പെറ്റമ്മ തന്നെയാ, ഞാൻ നിന്റെ അമ്മയല്ലേ. അപ്പൊ നന്ദയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? എടാ മോനെ, നീ അവളെ ഒന്ന് ചെന്ന് അന്വേഷിക്ക്, അല്ലെങ്കിൽ അവൾ എവിടെയാ ഉള്ളതെന്ന് പറ, ഞാൻ അവളുടെ അടുത്തേക്ക് പൊക്കോളാം, എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. ഈ സമയത്ത് അർജുന്റെ ഫോണിലേക്കൊക്കെ കോള് വരുന്നുണ്ട്. കാരണം മീഡിയക്കാരെ വിളിക്കുന്നേ, അവരെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ സംഭവിച്ചത് അതിനെ കുറിച്ചൊക്കെ വിസ്തീരിക്കുന്നുണ്ടായിരുന്നു. കാരണം നന്ദ ഇപ്പൊ സ്റ്റാറായി, എല്ലാവരുടെ ഫോണിൽ കൂടെ ആ വീഡിയോ വന്നു. അങ്ങനെ ആ വീഡിയോ അങ്ങോട്ട് കയറി വൈറലായി. പക്ഷെ പിങ്കിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഗൗതം പറഞ്ഞു, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, നന്ദയുടെ കാര്യമല്ലേ. നന്ദയുടെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറയാം. ഇനിയിപ്പം ആരും അതിനെക്കുറിച്ച് വലിയ ഇവിടെ ഒരു സംസാരം വേണ്ടെന്ന് പറയാം. പിങ്കി പറഞ്ഞു, ശരിയാ, ഗൗതം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനത്തിനൊപ്പം നമ്മളെല്ലാവരും നിൽക്കണം. അല്ലെങ്കിലും ഗൗതത്തിന്റെ ജീവിതത്തിൽ നിന്ന് നന്ദ പോയ നന്നായി. അവൾ ആ തെറ്റ് ചെയ്തേ, അവൾ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളാ. അവൾ ഈ വീട്ടിൽ നിന്ന് പോയാലോ ഗൗതത്തിന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് പറയാം. ഗൗതത്തിന് മനസ്സിലായ പിങ്കി എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന്. അവിടെ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി. കാരണം ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാ പൊട്ടനും ഒന്നും അല്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി പിങ്കിയുടെ ഉള്ളിലിരിപ്പ് എന്താന്നുള്ള കാര്യം. പിന്നീട് പറഞ്ഞു, അല്ലെങ്കിലും ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അവൾക്ക്. ഇതിനു മുമ്പ് അവൾ പലതവണ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നെല്ലാം ഗൗതം സംരക്ഷിച്ചു വന്നിരുന്നു. പക്ഷെ ഇപ്പോഴും ഗൗതവും അടുത്ത് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഭാര്യയാണെങ്കിൽ ആ സ്ഥാനത്ത് നിൽക്കണം, അല്ലാതെ ഇതുപോലെ ഒന്നും കാണിക്കാൻ പോരെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ അടുത്തത് പറഞ്ഞു, ശരിയാ പിങ്കി മോൾ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമെന്ന് പറയാണ്. ഗൗതമോനെ, നീ എന്ത് തീരുമാനം മേളിൽ എടുത്തോ നന്ദയുടെ കാര്യത്തില്, ആ തീരുമാനത്തോടൊപ്പം ഈ വെല്ലുമ്മ ഉണ്ടാവുമെന്ന് പറയാം. ഇത് കേട്ടതും ഗൗതം ചോദിച്ചു, ഉറപ്പാണല്ലോ അല്ലേന്ന് ചോദിക്കണം. ഉറപ്പാ, മോൻ ധൈര്യമായിട്ട് എടുത്തോളാൻ പറയാണ്. ലക്ഷ്മി ഭയങ്കര ടെൻഷനായി. ഈ സമയം ഗൗതം പുറത്തേക്ക് ഇറങ്ങി പോയി. നന്ദയെ നേരി വിളിച്ചു. നന്ദ അങ്ങോട്ട് കയറി വരുവാണ്. ഇടിവെട്ടേറ്റ പോലെയായി പോയി പിങ്കിക്കും മോഹിനിക്കും അരുന്നതിക്ക്. അവരാരും പ്രതീക്ഷിച്ച കാര്യമില്ല. പക്ഷെ ലക്ഷ്മിയമ്മ എങ്ങനെയല്ലായിരുന്നു, ഓടിപ്പോയി നന്ദനെ കെട്ടിപ്പിടിക്കുക. മോൾക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിക്കുക. എനിക്കൊരു കുഴപ്പമില്ല ലക്ഷ്മിയമ്മേ. ആകെപ്പാടെ പേടിച്ചു. എന്നാലും എന്റെ മോൾ എന്തിനാ പോയത് അങ്ങനെയൊക്കെ. അതെ സോറി കേട്ടോ. എന്തിനാ സോറി പറഞ്ഞെന്നറിയോ? പോകുന്ന സമയത്ത് ഞാൻ ലക്ഷ്മിയമ്മയോട് ഒരു വാക്ക് പോലും ചോദിച്ചില്ല, പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു പോലില്ല. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മിയമ്മയോട് സോറി പറഞ്ഞെന്ന് പറയാം. പിങ്കിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദയുടെ ഈ വരവ്. ഓഹോ, അപ്പൊ ഇതായിരുന്നില്ലേ പ്ലാന് ഗൗതത്തിന്റെ? അപ്പൊ നന്ദയെ കൂട്ടിക്കൊണ്ട് വരാൻ ഗൗതം പോയതല്ലേന്ന് ചോദിക്കാണ്. അർജുന് ഭയങ്കര സന്തോഷമായി നന്ദ വന്നതില്. ഈ സമയത്ത് അർജുൻ പറഞ്ഞു, നീ എന്തിനാ പിങ്കി ഇതിനകത്ത് ഇടപെടാൻ പോന്നെ? നീ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാ, അത് അവര് തീർത്തോളൂ എന്ന് പറയാം. ഈ സമയം അരുന്ധതി പറഞ്ഞു, അല്ല നീ എന്ത് ഭാവിച്ചാ ഗൗതം ഇത്? തോന്നുമ്പോ വരാനും തോന്നുമ്പോ പോകാനും ഇതെന്താ പല സത്രമാണോ? അതിലൊന്നും പറ്റത്തില്ല എന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അങ്ങനെ പറയരുത് വല്യമ്മ. വല്യമ്മ മുമ്പ് എന്താ പറഞ്ഞേ? ഞാൻ എന്ത് തീരുമാനം എടുത്താലും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്നല്ല പറഞ്ഞേ. നന്ദ എന്റെ ഭാര്യ. ഇനി നന്ദ ഇവിടെയാ നിൽക്കുന്ന ഇന്ത്യവരത്തില്. അവൾ എങ്ങോട്ടും പോകാൻ പോകുന്നില്ലെന്ന് പറയാ. ഇരുട്ടടി ഏറ്റ പോലെ ആയിപ്പോയി അരുന്ധതിക്ക്. അല്ലേ വല്യമ്മ? വല്യമ്മ വാക്ക് പറഞ്ഞാൽ വാക്ക് മാറത്തില്ലല്ലോ. വല്ലതും പിന്നെ പറയാൻ പറ്റുമോ? പെട്ടുപോയില്ലേ. ഈ സമയം മോഹിനി പറഞ്ഞു, അല്ല ഗൗതം, അതെ ചെറുമേം കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ എല്ലാവരും മുമ്പേ വല്യമ്മേനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരാ. അതുകൊണ്ട് ഇവിടെ ആർക്കും പറയാൻ വോയിസ് ഇല്ല എന്ന് പറയാ. അതെ നന്ദയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, ബാ നന്ദ റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് നന്ദേനും കൊണ്ട് അങ്ങോട്ട് അകത്തേക്ക് പോവാണ്. ആകെപ്പാടെ നാണം കെട്ട് തല താഴ്ത്തി പിങ്കി മുറിയിലേക്ക് കയറിപ്പോ. എന്തേലും പറയാനുണ്ടോ? ഇങ്ങനെ പിങ്കി മുറിയിലേക്ക് എന്ന് കഴിഞ്ഞിട്ട് പിങ്കി എന്ത് ചെയ്യണം, പിന്നീട് സാന്ദ്രനെ ഫോൺ വിളിക്കുകയാണ്. സാന്ദ്രനെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾ രണ്ടും ഒന്നായെന്ന് പറയണേ. ഒന്നായോ? ഇത്ര പെട്ടെന്നോ? അല്ല അർജുനുമായിട്ട് അറിയാലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട് ചില കാര്യങ്ങളൊക്കെ. ഓ മനസ്സിലായി അങ്ങനെയല്ലേ, ഇപ്പോഴല്ലേ മനസ്സിലായത്. അതെ ഇനിയാണ് ഞാൻ ശരിക്കും കളി തുടങ്ങാൻ പോകുന്നത്. ശരിക്കും ഞാൻ അർജുനെ വെച്ചിട്ട് തന്നെ ഞാൻ നന്ദയെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കും. ഞാൻ അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ ഞാൻ നടത്തി കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ സംഭവിക്കും. പിന്നീട് ഞാൻ ഗൗതത്തിൻ്റെതാവും, ഗൗതം എന്റെ മാത്രം സ്വന്തമാവും. ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അർജുന അങ്ങോട്ട് കയറി വരുന്നേ. അർജുനെ കടന്ന് പെട്ടെന്ന് എന്ത് ചെയ്യണം നിർത്തില്ലാതെ ഒരു നിമിഷം തരിച്ചു നിൽക്കുകയാണ് പിങ്കി. പിന്നീട് പിങ്കി ആ ഫോൺ അങ്ങോട്ട് പെട്ടെന്ന് കട്ട് ചെയ്തു.
അർജിച്ചു എന്താ പിങ്കി നീ ആരോടാ സംസാരിച്ചെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാൻ എന്താ കാര്യം എന്താന്ന് പറ. അല്ല അത് പിന്നെ ഞാൻ ഇങ്ങനെ പിങ്കി നിന്ന് ഉരുളുവാണ്, എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാ എന്ന് പറയാണ്. ഈ സമയം അർജുന് മുഖം കണ്ടപ്പോഴത്തേന് പിങ്കിക്ക് വല്ലാത്ത പേടി തോന്നി. ദൈവമേ താൻ പറഞ്ഞെല്ലാം കേട്ടോ. പെട്ടെന്ന് അർജുൻ തന്റെ ചെവിക്കകത്തുനിന്ന് ആ ഇയർഫോൺ അങ്ങോട്ട് മാറ്റുവാണ്. അതെ ഞാൻ ഒരു പാട്ട് കേട്ടോണ്ട് വരുമായിരുന്നു, അതുകൊണ്ട് നീ പറഞ്ഞ എന്താന്ന് കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. ഓഹ് എന്റെ ദൈവമേ സമാധാനമായി, അല്ലെങ്കിൽ ഇപ്പൊ കാര്യത്തിനൊരു തീരുമാനമായേനും. അതെ ഞാൻ ഫ്രണ്ടിനെ വിളിച്ച. എന്നാ ശരി നീ വിളിച്ചോന്ന് പറഞ്ഞിട്ട് അർജുൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. അപ്പോഴാണ് ദൈവമേ ഇനിയെങ്ങാനും കേട്ടായിരുന്നെങ്കിലോ തന്റെ കാര്യം ഇന്നത്തോടെ ഒരു തീരുമാനമായേനും. പിന്നീട് കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ നന്ദ കോളേജിലേക്ക് പോകാൻ റെഡിയായിട്ട് വരികയാണ്. ഈ സമയം ഗൗതം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പതിവിലും ബീരീതുമായിട്ട് നന്ദ തലയില് മുല്ലപ്പൂ ഒക്കെ വെച്ചിട്ട് അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഗൗതത്തിനെ വിളിച്ചു. ഗൗതം സാർ എന്ന് പറഞ്ഞ് വിളിക്കണം. എന്താ? അതെ ഞാൻ കോളേജിലേക്ക് പോവാം. അത്ര സമയമായിരുന്നേക്കും. അതെ അതെ നല്ല ഉറക്കമുള്ളൂ എന്ന് പറയാണ്. അല്ല ഇന്നെന്താ പതിവിലും വിപരീതമായിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച? അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമെന്ന് ചോദിക്കണം. അറിയത്തില്ല. അല്ല എന്നെ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനൊന്നും തോന്നുന്നില്ല. മുല്ലപ്പൂ വെച്ചതിന് കാരണം എന്താന്ന് എനിക്കറിയത്തില്ല. അല്ല ഞാൻ ആരാ? ഗൗതം സാറിന്റെ. പെട്ടെന്ന് ഗൗതം ചാടി എഴുന്നേറ്റു. എന്താ നന്ദ അങ്ങനെ ചോദിച്ചേ? അല്ല ഞാൻ ചോദിച്ചാ അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് പ്രത്യേകിച്ചൊരു മറുപടി പറയാനില്ല. കാരണം മുമ്പെന്ന് പറഞ്ഞാൽ ഫ്രണ്ടാന്ന് പറഞ്ഞാനും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കരാർ കല്യാണമെന്നൊക്കെ ഞാൻ പറഞ്ഞാനും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമ്മൾ രണ്ടും ഒന്നാ. കാരണം ഞാൻ ഈശ്വരന്മാർക്ക് കൊടുത്ത വാക്കാ, ഞാൻ മരിച്ചാലും ഞാൻ എൻ്റെ നന്ദേനെ വിട്ടുകളയില്ലെന്ന്. ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷമായി. അല്ല ഈ മുല്ലപ്പൂ വെച്ചെന്നെ കാര്യം പറഞ്ഞില്ല. അതോ അതിന്ന് കോളേജിലെ അവസാന ദിവസമോ, അപ്പൊ എല്ലാരും നന്നായിട്ട് ഒരുങ്ങി ചെല്ലണം. പോരാത്തിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുല്ലപ്പൂ വെച്ചതെന്ന് പറയാ. അങ്ങനെ നന്ദേനെ തന്നെ കുറച്ച് സമയം ഗൗതം നോക്കി നിൽക്കുകയാണ്. പിന്നീട് ആ മുല്ലപ്പൂ പതുക്കെ എടുത്തിട്ട് അങ്ങോട്ട് മണക്കോടെ. നന്ദയും ഗൗതം തമ്മിൽ കണ്ണി കുറെ സമയം നോക്കി നിന്നു. അങ്ങനെ മുല്ലപ്പൂ മണത്ത് ഇങ്ങനെ നന്ദയോട് ഇങ്ങനെ ഉമ്മ വെക്കാൻ പറ്റുന്ന നിൽക്കുമ്പോഴത്തേനും അർജുന് അങ്ങോട്ട് വന്നു. അർജുൻ ഈ കാഴ്ച കണ്ടു. അർജുൻ ഇങ്ങനെ ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേനും പിങ്കി അങ്ങോട്ട് വരുന്നേ. പിങ്കി അങ്ങോട്ട് വന്നിട്ട് ഈ കാഴ്ച കണ്ട് പിങ്കിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പിങ്കിയുടെ മനസ്സ് തകർന്ന തരിപ്പണമായി പിങ്കി ഹലോ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൈ കൊട്ടുവാണ്. ഞെട്ടിത്തിരിഞ്ഞ ഗൗതമും നന്ദയും കൂടെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.